ഹലോ ആമിന കുക്ക് ബുക്ക് വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന മോമോസ് ഉണ്ടാക്കാമെന്നാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കിലൊന്നാണ് മോമോസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എങ്ങനെയെന്ന് നോക്കാം. റെസിപ്പി നോക്കിയാൽ ആദ്യം തന്നെ മോമോസിന് പാകമായിട്ടുള്ള മാവ് എടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള മാവ് എടുക്കാൻ ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഞാനിങ്ങനെ കുപ്പിയോടെ അടുത്ത് കമത്തുന്നതുകൊണ്ട് നോക്കണ്ട, നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ അളന്നൊഴിക്കാവുന്നതാണ്. എനിക്കിത് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒഴിച്ചാൽ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുക്കാം. ചൂടുവെള്ളം ഒരുപാടൊന്നും വെട്ടിത്തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കുഴച്ചെടുക്കാവുന്നതാണ്. ഒറ്റയടിക്ക് മാവിൽ വെള്ളം ഒഴിക്കരുത്, കാരണം വെള്ളം കൂടിപ്പോയാൽ നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കുറേശ്ശെയായിട്ട് കുഴച്ചെടുത്ത മാവ് നല്ലോണം സോഫ്റ്റായിട്ട് കുഴയ്ക്കണം. കാരണം മോമോസിലെ മാവെന്ന് വെച്ചാൽ നല്ലോണം കുഴച്ചാൽ മാത്രമേ മോമോസിന് സോഫ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മൾ മാവ് കുഴച്ച് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ തൂക്കി കൊടുത്ത് അടച്ച് വയ്ക്കുക. നമ്മൾ ഒരിക്കലും മാവ് തുറന്ന് വെക്കരുത്. മാവ് തുറന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. മോമോസിന് വേണ്ടി പരത്തുമ്പോഴും മാവ് അടച്ച് വെച്ച് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 2 ക്യാരറ്റ്, കുറച്ചധികം വെളുത്തുള്ളി, ഒരുപാട് കൂടി പോകരുത്, 1 അല്ലിയുടെ പകുതി മാത്രം എടുക്കുക, 2 പച്ചമുളക്, 3 സവാള. ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് യൂസ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് മോമോസിൽ ഫില്ലിങ്സ് നിറയ്ക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. നമുക്ക് മോമോസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കുക്കറിൽ ഇട്ട് ലേശം ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ലേശം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരുപാടൊന്നും വാടിപ്പോവരുത്, വാടിയതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കണം. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചോപ്പറിൽ ഇട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. മിക്സിക്കകത്ത് വേണമെങ്കിൽ കുഴപ്പമില്ല, ആഡ് ചെയ്യാം. പക്ഷെ ഒരുപാടൊന്നും ഇട്ട് കറക്കരുത്. നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വെജിറ്റബിൾ നുറുക്കിയാണൊക്കെ നുറുക്കാവൂ. ചിക്കൻ ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ മസാലയ്ക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഇട്ട് മിക്സ് ചെയ്യണം. സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. കാരണം സോയാ സോസ് ഓൾറെഡി ഉപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കാത്തത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ മോമോസിൻ്റെ മാവെല്ലാം സെറ്റായിരിക്കുകയാണ്. അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റി നമുക്ക് വലിപ്പം അനുസരണം എടുക്കാം. നിങ്ങൾക്ക് ഒറ്റയടിക്ക് പരത്തി അതിൽ നിന്ന് ചെറിയ സർക്കിളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിയുടെ പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ മാക്സിമം വലിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. ഉരുളകളാക്കിയതിന് ശേഷം മാവ് അടച്ച് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെയാണോ പരത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ലേശം മൈദാമാവ് കുടഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഉരുളയും ഇതുപോലെ ആക്കി നമുക്ക് പരത്തിയെടുക്കാം. വലിപ്പം നിങ്ങളെ ഇഷ്ടത്തിന്, ഒരുപാട് കട്ടിയാകുകയും ചെയ്യരുത് മോമോസിൻ്റെ മാവ്, എന്നാൽ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പരത്തിയെടുക്കാനുള്ളത്. ഞാൻ ഇതുപോലെ പരത്തിയതിന് ശേഷം ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് ഒരു മാവിൽ നിന്ന് ഒരു 4 റൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ റൗണ്ടാക്കി വെച്ചത് ആ ഒരു പരത്തി മാവെടുത്ത് നമ്മൾ മോമോസിൻ്റെ ഫില്ലിങ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെക്കാം. പക്ഷെ ഒരുപാട് വെക്കരുത്, കാരണം വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മൾ മോമോസിൻ്റെ ആ ഒരു മാവിൽ ഹോളുകൾ വീഴും. പിന്നെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റത്തില്ല. മോമോസ് നമ്മൾ ഒരു സൈഡിൽ നിന്നേ മടക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അതുപോലെ ആക്കി കൊടുക്കാം.
ഇനി ഞാനിവിടെ ഇങ്ങനത്തെ ഷേപ്പാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ മോമോസ് എല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഞാൻ അത്രയും മാവിൽ നിന്ന് ഇത്രയും മോമോസാണ്, ഏകദേശം ഒരു 10-15 മോമോസ് വരെ. ഇനി നമ്മൾ ഏതിലാണോ സ്റ്റീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് പറക്കി വെക്കണം. ഇത് അല്ലെങ്കിൽ ഒട്ടിപ്പോവും. ഇനി നമുക്ക് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കാം. 2 തക്കാളി, കുറച്ച് ഒരു 4-5 വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ച് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കണം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം തിളച്ച് വന്ന ചട്നിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സുറുക്കയും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇതിന് പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇട്ട് തിളപ്പിക്കുന്നത്. നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട. എന്നാൽ കട്ടി കുറവ് വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് പറ്റിച്ചെടുത്താൽ മതി. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മോമോസ് വെന്തോന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മോമോസ് എല്ലാം ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.